ഗാസയിൽ പട്ടിണി സംഹാര താണ്ഡവമാടുന്നു. പട്ടിണിയാലും പോഷകാഹാരക്കുറവിനാലും 3 ദിവസത്തിനിടെ 21 കുട്ടികളാണ് ഗാസയിൽ മരിച്ചത്. അതിനിടെ ബുധനാഴ്ച പുലർച്ചെ ഗാസയിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഗാസയിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് 100-ലേറെ സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. മെഴ്സിക്കോർ, ദ നോർവീജിയൻ റെഫ്യൂജി കൌൺസിൽ ആൻഡ് റെഫ്യൂജി ഇന്റർനാഷണൽ എന്നിവയുൾപ്പെടെ 111 സംഘടനകൾ ബുധനാഴ്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി ഗാസയിൽ നടക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ്. ഗാസയിൽ കൊടും പട്ടിണിയിലായ പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന് കാത്തുനിന്ന പലസ്തീൻകാർക്കു നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 85 പേരോളമാണ് കൊല്ലപ്പെട്ടത്. 150-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. വടക്കൻ ഗാസയിൽ UN ഏജൻസികളുടെ ഭക്ഷണ വണ്ടികൾ കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേർക്കാണ് വെടിവെപ്പുണ്ടായത്. ഭക്ഷണവുമായി 25 ട്രക്കുകൾ എത്തിയതിന് പിന്നാലെയായിരുന്നു വെടിവെപ്പ്. 21 മാസമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണം കൂടിയായിരുന്നു അത്. പരിക്കേറ്റവരെ കൂടാതെ കൊടുംവെയിലിൽ കുഴഞ്ഞു വീണ നൂറുകണക്കിന് ആളുകളെയും അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗാസയിൽ 35 ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം 3 പേരാണ് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചത്. നിർജ്ജലീകരണം മൂലം കൂടുതൽ പേർ മരിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രയേലിൽ നടത്തിയ വെടിവയ്പ്പുകളിൽ ഇതുവരെ 900 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം മധ്യ ഗാസയിലെ ദ്രൈൽ ബലാഹിൽ നിന്നും ജനങ്ങളോടൊഴിയാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടു. ഈ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനാണ് പദ്ധതി. ദ്രൈൽ ബലാഹിലെ വിവിധ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നോട്ടീസ് സൈനിക വിമാനങ്ങൾ വിതറിയത്. ഇവിടെയാണ് ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം. സൈന്യം ഈ മേഖലയിൽ പ്രവേശിക്കുന്നത് ഇവരുടെ ജീവനും അപകടത്തിലാക്കുമെന്ന ആശങ്കയും ഉയർന്നു വന്നു. ഉടൻ വെടിനിർത്തൽ കരാറുണ്ടാക്കി ബന്ദികളെ തിരിച്ചെത്തിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് ആയിരങ്ങൾ ടെല്ലവീവിൽ പ്രകടനവും നടത്തി. ഗാസയിൽ ശേഷിക്കുന്ന 50 ബന്ദികളിൽ 20 പേർ ജീവനോടെ ഉണ്ട് എന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യകൾ അവസാനമില്ലാതെ തുടരുമ്പോൾ ഭക്ഷണത്തിനായി വരി നിൽക്കുന്ന മനുഷ്യരെ ഉൾപ്പെടെ കൊന്നു തള്ളുകയാണ് ഇസ്രയേൽ സൈന്യം. ഇന്ന് 50 നാളെ 100. അങ്ങനെ എണ്ണത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒഴിച്ചാൽ ഇസ്രയേലിൽ വംശഹത്യയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്തിടെയാണ് 19 പേർ പട്ടിണി മൂലം കൊല്ലപ്പെട്ടത്. സമീപകാല ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധത കൺമുന്നിൽ അരങ്ങേറുമ്പോഴും ലോകം അങ്ങനെ നിസ്സംഗമായി നോക്കി നിൽക്കുകയാണ്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന വാർത്തകൾ വരുമ്പോഴും അതിൽ വിജയം കാണാത്തതിന്റെ പഴിയും പലസ്തീനുകൾക്കാണ്. സായുധ വിമോചന സംഘടനയായ ഹമാസ് ആണ് എല്ലാ ചർച്ചകൾക്കും തടസ്സം എന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ. ഇപ്പോഴിതാ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഹമാസ്. തങ്ങൾ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കാമെന്ന് അറിയിച്ചിട്ടും അതിനെ ഇസ്രയേൽ നിരാകരിച്ചു എന്നാണ് ഹമാസ് വക്താവ് പറയുന്നത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസിനെ സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡിന്റെ ഔദ്യോഗിക വക്താവ് അബു ഉബൈദ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എല്ലാ ബന്ദികളും ഒരുമിച്ച് വിട്ടയക്കാനുള്ള താല്പര്യം പലതവണ അറിയിച്ചിട്ടും ഇസ്രയേൽ നിരാകരിക്കുകയായിരുന്നു എന്നാണ് അബു ഉബൈദ പറയുന്നത്. ഇസ്രയേലി ബന്ദികളുടെ ജീവന്റെ കാര്യത്തിൽ നെതന്യാഹു ഭരണകൂടത്തിന് താല്പര്യമില്ല എന്നാണ് ഈ നിലപാട് ചൂണ്ടിക്കാണിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. നേരിട്ടല്ലാതെയുള്ള ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് അബു ഉബൈദയുടെ പ്രതികരണം വന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.